ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ലാസ്റ്റായിട്ട് ചെയ്ത വീഡിയോ ലാക്ക് ഓഫ് കോൺഫിഡൻസ് ആണ്. അതിൻ്റെ സെക്കൻഡ് പാർട്ടാണ് ഈ ഒരു വീഡിയോ. ആ വീഡിയോ കാണാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ അതിൻ്റെ ലിങ്ക് കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്യാം. അതെന്തായാലും കണ്ടിട്ട് വേണം ഈ ഒരു വീഡിയോ കാണാനായിട്ട്. സോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മൾ ലാസ്റ്റായിട്ട് ചെയ്ത വീഡിയോ കോൺഫിഡൻസ് ആണ്. സോ ഇൻസ്റ്റൻ്റായിട്ട് നമുക്ക് എങ്ങനെ കോൺഫിഡൻറ്റ് ആവാം എന്നുള്ളൊരു 3 ചെറിയ ചെറിയ പോയിൻറ്റ്സാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞത്. ഒന്നാമത്, നമുക്ക് നമ്മൾ തന്നെ ഒരു മോട്ടിവേഷൻ കൊടുക്കുക. രണ്ടാമത്, നമ്മുടെ മേലെ തന്നെ നമുക്ക് ഒരു ഐഡിയ സെൽഫ് ഉണ്ടായിരിക്കുക. 3, ഇൻസ്റ്റൻ്റായിട്ട് കോൺഫിഡൻസ് ലെവൽ ബൂസ്റ്റ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു ട്രിക്കാണ്. സോ ആ വീഡിയോ ഒന്ന് കണ്ടിട്ട് നിങ്ങൾ ഈ വീഡിയോയിലേക്ക് വരിക. ഓക്കെ. രണ്ടാമത്തെ പോയിന്റ്, നിങ്ങളുടെ കഴിവുകൾക്ക് മേലുള്ള നിങ്ങളുടെ വിശ്വാസം. എത്രയൊക്കെ നമുക്ക് കോൺഫിഡൻസ് ഇല്ല എന്ന് പറഞ്ഞാലും ഏതെങ്കിലും ഒരു ചെറിയ കാര്യത്തിൽ നമുക്ക് കോൺഫിഡൻസ് ഉണ്ടാവും. ആ ഒരു കാര്യം നമ്മൾ കോൺഫിഡൻസോടുകൂടി തന്നെ ചെയ്തിട്ടുമുണ്ടാകും. അത് എത്ര ചെറുതാണെങ്കിലും അതൊരു ബുക്കിലോട്ട് എഴുതുക, എന്നിട്ട് ദിവസവും അതൊന്ന് വായിച്ചു നോക്കുക. അപ്പോൾ അതിൽ നിന്ന് നിങ്ങൾക്ക് ആ ഒരു ചെറിയ കാര്യം നേടുമ്പോഴുണ്ടായിരുന്ന ആ ഒരു കോൺഫിഡൻസ് വീണ്ടും വീണ്ടും നിങ്ങളിലേക്ക് ഒരു പോസിറ്റീവ് എനർജി ബൂസ്റ്റ് ആവുന്നത് പോലെ നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. സോ ഈ ഒരു കോൺഫിഡൻസ് ലെവലിൽ നിന്നുകൊണ്ട് തന്നെ നിങ്ങളൊരു വിഷയത്തെ അപ്രോച്ച് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് അത് നേടുവാൻ സാധിക്കും. അതുപോലെ തന്നെ നിങ്ങൾ പറയാറുണ്ട്, അതായത് ഞാനും നിങ്ങളുമൊക്കെ പറയാറുണ്ട്, എനിക്ക് മാത്സ് തലകുത്തി നിന്നാലും ശരിയാവത്തില്ല, അല്ലെങ്കിൽ ഇത്രയും ഒരു വലിയ റെസ്പോൺസിബിലിറ്റി ഞാൻ ഒറ്റയ്ക്ക് ഏറ്റെടുക്കുകയെ അത് ശരിയാവില്ല, അല്ലെങ്കിൽ അവരോട് സംസാരിച്ചാൽ അത് ശരിയാവില്ല, ഞാൻ സംസാരിക്കാനില്ല. ഇങ്ങനെ നിങ്ങളോട് തന്നെ നെഗറ്റീവ് സെൽഫ് ടോക്ക് ചെയ്യാതിരിക്കുക. നമ്മളിപ്പോൾ ചെറുതായിട്ട് എന്തെങ്കിലും ഒരു കാര്യം ചെയ്ത് അതിൽ സക്സസ് ആവുകയാണെങ്കിൽ നിങ്ങളെ തന്നെ പ്രോത്സാഹിപ്പിക്കുക. നിങ്ങളുടെ ലീഡർ നിങ്ങൾ തന്നെയായി മാറണം. എനിക്ക് എൻ്റെ കഴിവുകളുടെ മേലെ വിശ്വാസമുണ്ട്, എൻ്റെ കഴിവുകളുടെ മേലെ എനിക്ക് 100% വിശ്വാസമുണ്ട് എന്ന ഈ ഒരു അഫർമേഷൻ നിങ്ങൾ ദിവസവും പറയാൻ വേണ്ടി ശ്രമിക്കാം. ഓക്കെ. മൂന്നാമത്തെ പോയിന്റ്, മറ്റുള്ളവരുടെ അഭിപ്രായത്തിന് നിങ്ങളുടെ ലൈഫിൽ അധികം ഇമ്പോർട്ടൻ്റ് കൊടുക്കേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ ആത്മവിശ്വാസത്തോടെ തന്നെ എവിടെയും എപ്പോഴും ഏത് സാഹചര്യത്തിലും നിൽക്കാൻ വേണ്ടി ഈ പറയുന്ന ഈ ഒരു പോയിന്റ് വളരെ ഉപകാരപ്രദമായിരിക്കും. ഇപ്പോൾ ഒരു വ്യക്തിക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയാം, എന്നാലും ആ വ്യക്തി മറ്റൊരാളോട് ഇംഗ്ലീഷ് സംസാരിക്കാൻ പറഞ്ഞാൽ മടി കാണിക്കുകയാണ്. കാരണം ഞാൻ സംസാരിക്കുന്ന ഇംഗ്ലീഷിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് വരുത്തിയാൽ അവരെന്നെക്കുറിച്ച് എന്ത് വിചാരിക്കും, അല്ലെങ്കിൽ ഒരു പക്ഷേ എന്നെക്കുറിച്ച് മോശമായി എന്തെങ്കിലും ചിന്തിച്ചാലോ. ഇപ്പോൾ ഒരു വ്യക്തിക്ക് ഒരു കമ്പനിയിൽ മാനേജറായിട്ട് പ്രൊമോഷൻ ലഭിക്കുകയാണ്. പക്ഷേ ആ വ്യക്തി ആ ഒരു പ്രൊമോഷനിൽ അതായത് ആ ഒരു പോസ്റ്റ് കൈകാര്യം ചെയ്യാൻ മടി കാണിക്കുകയാണ്. എന്തുകൊണ്ടാണ് ആ വ്യക്തിക്ക് മാനേജർ പോസ്റ്റിലിരിക്കാൻ ആ ഒരു കോൺഫിഡൻസ് ഇല്ലാത്തത്? ഇത്രയും നാൾ എൻ്റെ കൂടെ വർക്ക് ചെയ്തിരുന്നവർ എൻ്റെ അടുത്ത് നല്ല ഫ്രണ്ട്ലി ആയിട്ടാണ് നിൽക്കുന്നത്. സോ ഞാൻ എൻ്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് വന്നാൽ ഇവരുടെ ഫ്രണ്ട്ഷിപ്പ് നഷ്ടപ്പെടുമോ, അല്ലെങ്കിൽ ഇവരൊക്കെ എന്നോട് വെച്ചിട്ടുള്ള ആ ഒരു വിശ്വാസം നഷ്ടപ്പെടുമോ? ഇങ്ങനെയുള്ള കുറച്ച് ഭയങ്ങളാണ് അവരെ ആ ഒരു പ്രൊമോഷൻ പോസ്റ്റിൽ കൈകാര്യം ചെയ്യാതെ പിന്നോട്ട് വലിക്കുന്നത്. ചില കാര്യങ്ങളിൽ നമുക്ക് നല്ല കോൺഫിഡൻസ് ആവും, പക്ഷേ അതൊന്നും നമ്മൾ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാവും മറ്റുള്ളവരെ നമ്മെ ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് നീ ഇത് ചെയ്താൽ നന്നായിരിക്കും, അല്ലെങ്കിൽ നിനക്ക് മാത്രം ഇത് ചെയ്യാൻ സാധിക്കുള്ളൂ, നീ ഇതിൽ കോൺഫിഡൻസ് ആണോ, ഒന്നും നോക്കണ്ട, നീ ഇത് ചെയ്തോ എന്ന് പറഞ്ഞ് മറ്റുള്ളവരെ നമ്മെ ചില കാര്യങ്ങളിലേക്ക് പുഷ് ചെയ്യുന്നുണ്ടാവും, അല്ലേ? ആ കാര്യങ്ങൾ നമ്മൾ ഭംഗിയായി ചെയ്യുകയും ചെയ്യും. ഇനി മറ്റുള്ളവർ ഒരിക്കലും എന്നെക്കുറിച്ച് നെഗറ്റീവ് ചിന്തിക്കാൻ പാടില്ല. എനിക്ക് കുറവുകളൊന്നുമില്ല, ഞാൻ പെർഫെക്റ്റ് ആണ്. ഇങ്ങനെയുള്ള നമ്മുടെ ബെസ്റ്റ് പാർട്ട് മാത്രം നമ്മൾ മറ്റുള്ളവർക്ക് കാണിക്കത്തുള്ളൂ, അല്ലാതെ എൻ്റെ നെഗറ്റീവ് ഒന്നും ഞാൻ അവർക്ക് മുന്നിൽ കാണിക്കത്തില്ല എന്നൊന്നും കരുതരുത്. നമ്മളിപ്പോൾ ചില വ്യക്തികളെ ബഹുമാനിക്കുന്നുണ്ടാവും, അവർക്കൊന്നും കുറവുകളൊന്നുമില്ലേ? തീർച്ചയായിട്ടും ഉണ്ടാകും. നമ്മൾ ഒരിക്കലും ഏതൊരു വ്യക്തിയെയും എല്ലാം തികഞ്ഞവനായിട്ട് ആ ഒരു സ്ഥാനത്ത് വെച്ച് കാണരുത്. ദാറ്റ് ഈസ് ഹ്യൂമൻലി നോട്ട് പോസിബിൾ. എല്ലാവർക്കും പോസിറ്റീവ് സൈഡും ഉണ്ടാവും, നെഗറ്റീവ് സൈഡും ഉണ്ടാവും. അതുകൊണ്ട് തന്നെ നമ്മൾ ആരുടെ മുന്നിലും നമ്മുടെ കുറവുകളോ കഴിവുകളോ മറച്ചു വെക്കേണ്ട ആവശ്യമില്ല. ഓക്കെ. സോ ഈ ഒരു റിയാലിറ്റിയെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാവണം. ഈ ഒരു സത്യം നമ്മൾ എന്തായാലും അംഗീകരിക്കണം. ഇത് അംഗീകരിക്കുമ്പോൾ തന്നെ നമ്മളൊരു കോൺഫിഡൻസ് ഉള്ള പേഴ്സണായി മാറാൻ തീരുമാനിച്ചു എന്നതാണ് അർത്ഥം. ഒരു വ്യക്തിയുടെ ഏറ്റവും വലിയ കോൺഫിഡൻസ് കില്ലർ എന്ന് വെച്ചാൽ മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളാണ്.
എത്രത്തോളം നിങ്ങൾ മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾക്ക് വേണ്ടിയിട്ടും അവർ നമ്മളോട് വയ്ക്കുന്ന ബഹുമാനത്തിനും വേണ്ടിയിട്ടും ഇമ്പോർട്ടൻ്റ് കൊടുക്കുന്നുണ്ടോ അത്രയധികം നിങ്ങളുടെ കോൺഫിഡൻസ് ലെവൽ താഴുമെന്നതാണ് സത്യം. സോ അങ്ങനെയൊന്നും നിൽക്കരുത്. നമ്മളുടെ ആ ഒരു കുറവുകളും കഴിവുകളും എല്ലാവർക്കും മുന്നിലും കാണിക്കുക. ഓക്കെ. 4, തോൽവികളെ ഭയപ്പെടാതിരിക്കുക. ഏതൊരു കാര്യവും നമ്മൾ പുതുതായി ആരംഭിക്കുമ്പോൾ അല്ലെങ്കിൽ തുടങ്ങാൻ നേരത്ത് നമുക്ക് പേടിയുണ്ടാവും അല്ലേ? ഏറ്റവും വലിയ പ്രോബ്ലമാണ് പേടി. ഒരു പക്ഷേ ഈ ഒരു കാര്യം സക്സസ് ആയില്ലെങ്കിലോ, അപ്പോൾ ഞാൻ എന്താണ് ചെയ്യുക? ഒന്നോർക്കുക, പരാജയപ്പെടാത്ത മനുഷ്യരാരും വിജയിച്ചിട്ടില്ല എന്നതാണ് സത്യം. ഓരോ തവണയും നിങ്ങളെ തേടിയ അവസരങ്ങൾ വരുമ്പോൾ ആ അവസരത്തെ മനസ്സിലാക്കുവാനുള്ള അല്ലെങ്കിൽ അതിൽ നിന്നും എന്തെങ്കിലുമൊക്കെ പഠിക്കുവാനുള്ള ഒരു അവസരമായി കാണുക. പ്രൂവ് ചെയ്യാനുള്ള ഒരു സ്റ്റേജായി ഒരിക്കലും കണക്കാക്കരുത്. അങ്ങനെ കണക്കാക്കുമ്പോഴാണ് നമുക്ക് ടെൻഷനും പേടിയും ഒക്കെ ഉണ്ടാകുന്നത്. ഒരു അവസരം വരുമ്പോൾ ഇതെനിക്കറിയില്ല, എനിക്കൊരു പുതിയ അവസരമാണ്, ഇതിൽ എനിക്കൊരു സ്കില്ലുമില്ല, പക്ഷേ ഇതൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ ഇതിലേക്ക് ഇറങ്ങുന്നത്. ഓരോ പരാജയത്തിൽ നിന്നും ഞാൻ പുതുതായി എന്തെങ്കിലുമൊക്കെ പഠിക്കാൻ പോവുകയാണ്. ഏതൊരു കാര്യത്തിൽ നിങ്ങൾ ബെറ്റർ ആകുന്നുവോ ആ ഒരു കാര്യത്തിൽ നിങ്ങൾ കൂടുതൽ കോൺഫിഡൻസ് ഫീൽ ചെയ്യും. ഈ ഒരു വിശ്വാസം നിങ്ങൾക്ക് ഉണ്ടാകണമെങ്കിൽ നിങ്ങൾ വളർത്തിയെടുക്കേണ്ടത് നിങ്ങളുടെ ആത്മവിശ്വാസമാണ്. ഈ ഒരു വിശ്വാസം മറ്റുള്ളവരുടെ മുന്നിൽ നമ്മളെ അറിവുള്ളവനായും കഴിവുള്ളവനായും കാണിക്കാൻ വേണ്ടി മാത്രമല്ല, മറ്റുള്ളവർക്ക് മുൻപേ ചില സന്ദർഭങ്ങളിൽ ഒരു വിഡ്ഢിയായും ഒന്നും അറിയാത്തവനായും നമ്മളെ തന്നെ അംഗീകരിക്കുകയും ചെയ്യണം. ഇന്ന് നിങ്ങൾ പുതുതായി ആരംഭിക്കുന്ന ഈ ഒരു കാര്യത്തിൽ നിങ്ങളെ ആരെങ്കിലും വിഡ്ഢിയായി കാണുകയാണെങ്കിൽ നിങ്ങളുടെ ശ്രദ്ധ അവരുടെ ആ ഒരു അഭിപ്രായത്തിലേക്ക് തിരിക്കരുത്. മറിച്ച് നിങ്ങളുടെ മുന്നോട്ടുള്ള യാത്രയിൽ അതിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുക. എന്നാണോ നിങ്ങളുടെ ഫോക്കസും നിങ്ങളുടെ ഇമ്പോർട്ടൻറ്റും നിങ്ങളുടെ ഡെവലപ്മെൻറ്റിന് വേണ്ടി കൊടുക്കുന്നത്, ആ ഒരു സെക്കൻഡ് മുതൽ നിങ്ങൾ കോൺഫിഡൻസ് ആയിട്ടുള്ളൊരു പേഴ്സണായി മാറി എന്നതാണ് അർത്ഥം. ഈ കോൺഫിഡൻസ് എന്ന് വെച്ചാൽ ചിലരുടെ ഒരു വിചാരമുണ്ട് ധൈര്യശാലി എന്നാണ്. ഒരിക്കലുമല്ല. കോൺഫിഡൻസ് എന്ന് വെച്ചാൽ കംഫർട്ടബിൾ എന്നാണ്. നിങ്ങൾ ആരാണോ, നിങ്ങളുടെ കഴിവുകൾ എന്താണോ അതിനെ നിങ്ങൾ കംഫർട്ടബിളായിട്ട് അംഗീകരിക്കുന്നുണ്ടോ? നിങ്ങൾ തന്നെ ഈ ഒരു ശരീരത്തോടെ, ഇതേ കഴിവുകളോടെ, ഈ ഒരു ഫീച്ചേഴ്സോടെ അംഗീകരിക്കുന്നുണ്ടോ? ആ ഒരു കംഫർട്ട് എന്നാണോ നിങ്ങളിലേക്ക് വരുന്നത്, അപ്പോഴാണ് നിങ്ങൾ ശരിക്കും കോൺഫിഡൻസ് ആയിട്ടുള്ളൊരു പേഴ്സണായി മാറുന്നത്. ഇനി പരാജയപ്പെടുമെന്ന ഭയത്തിൽ നിന്നും മറ്റുള്ളവർ എന്നെക്കുറിച്ച് എന്ത് കരുതും എന്ന ആ ഒരു ഭയത്തിൽ നിന്നും നിങ്ങൾക്ക് പുറത്ത് കടക്കണമെന്നുണ്ടെങ്കിൽ ഒരു മാജിക് വേർഡാണ് നമ്മളിന്ന് പറയാൻ പോകുന്നത്. നെക്സ്റ്റ് ടൈം നിങ്ങൾക്ക് ഒരു വേദിയിൽ കയറാനായിട്ട് ചാൻസ് കിട്ടിയ, വേദിയിലോട്ട് കയറുന്നതിന് മുൻപ് നിങ്ങളുടെ മൈൻഡ് നീ ഇത് ശരിയാക്കത്തില്ല, പിന്നെ നിന്നെ എല്ലാവരും കളിയാക്കും, അത് വേണോ എന്ന് നിങ്ങളുടെ മൈൻഡ് ചോദിക്കും. ഈ ഒരു ചോദ്യത്തിന് ഈ ഒരു മാജിക് വേർഡ് നിങ്ങൾ യൂസ് ചെയ്ത് നോക്കുക. സാരമില്ല, നെക്സ്റ്റ് ടൈം ബെറ്ററാക്കാം.